Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ mozzarella cheese-ന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചീസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ലിറ്റർ പാല്, വിനെഗർ. ഇത് മാത്രം മതിയാകും. ആദ്യം തന്നെ ഞാൻ ഇവിടെ പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാല് തിളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാല് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടീസ്പൂൺ വിനെഗർ ചേർക്കുന്നുണ്ട്. ആദ്യം 1 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് നന്നായിട്ട് പിരിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യാം. പാല് പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പാല് ഇവിടെ നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഇനി കൈ വെച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഒരു ബൗളിൽ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം എടുക്കുക. എന്നിട്ടൊരു 3 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. കൈ ചൂടുവെള്ളത്തിൽ മുക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതുപോലെ സ്റ്റെയിനർ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ചീസ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ ഇതുപോലെ പെർഫെക്റ്റ് ആവുള്ളൂ. ഇനി ഇതൊരു ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തിട്ട് 2 മുതൽ 3 മണിക്കൂർ വരെ നമുക്ക് ഫ്രീസറിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫോയിൽ പേപ്പർ ഇല്ലാത്തവർക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ മതിയാവും. നല്ല ടൈറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചീസ് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചീസ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.